വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇന്ന് നമുക്ക് ഗെസ്റ്റാൾട്ട് തിയറി, ഈ ഒരു ഗെസ്റ്റാൾട്ട് തിയറി നമുക്ക് കേറ്റഡ് പരീക്ഷയ്ക്കാണെങ്കിലും LP-UP പരീക്ഷയ്ക്കാണെങ്കിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു തിയറിയാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് നിയമങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് കുറച്ച് സിനിമാ കോഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊന്ന് പഠിക്കാനായിട്ട് നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കാം എന്താണ് ഈ ഒരു തിയറി. ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം അല്ലെങ്കിൽ സമഗ്രതാ ദർശനം അല്ലെങ്കിൽ ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം ഏത് പേരിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാലും ഉറപ്പാക്കുക എന്താണ്, ഒന്ന് തന്നെയാണ് കേട്ടോ. ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം, സമഗ്രതാ ദർശനം, ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം. അപ്പോൾ ആരൊക്കെയാണ് ഈ സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ എന്ന് നോക്കാം. വെർത്തിമർ, കോഫ്ക, കോളർ. അപ്പോൾ ഈ 3 പേരാണ് ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ടവർ. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പേരുകൾ തന്നിട്ട് ഇവർ ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം തന്നെ പഠിക്കുക ആരൊക്കെയാണ്. വെർത്തിമർ, കോഫ്ക, കോളർ. ഇപ്പോൾ ഇവർ 3 പേരാണ് ഈ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടത്. ഇനി എന്താണ് ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ അറിയേണ്ടത്. ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ വലുതാണ് സമഗ്രത. അതായത് ദ വോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ പാർട്ട്. നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കുന്നത് എപ്പോഴും വോളായിട്ട് മനസ്സിലാക്കുന്നത് പാർട്ടായിട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ വലുതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ കുട്ടികളെ ചെടികളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ ചെടികളുടെ ഓരോ പാർട്ട് കൊണ്ടുവന്ന് ഇത് ഇലയാണ്, ഇലയിലെ വീനേഷൻ ഇങ്ങനെയാണ്, അങ്ങനെയാണോ ആദ്യം പഠിപ്പിക്കുന്നത്? ഒരിക്കലും അല്ല. ആ ചെടിയെ നമ്മൾ വോളായിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. പിന്നീടാണ് പതുക്കെ നമ്മൾ എന്താണ് ആ പാർട്സിലോട്ട് എത്തുന്നത്. അപ്പോൾ വോളായിട്ട് മനസ്സിലാക്കുന്ന ആ ഒരു സംഭവം എപ്പോഴും പാർട്ടായിട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ വലുതാണ്. അപ്പോൾ ആ വോളിനെയാണ് നമ്മൾ സമഗ്രത എന്ന് പറയുന്നത്. പിന്നീട് അറിയേണ്ടത് പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കി നമുക്ക് സെൻസേഷനും പെർസെപ്ഷനും അറിയാം. സെൻസേഷൻ എന്താണ്? നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അറിയുന്നു. ഇനി അത് മനസ്സിലാക്കുന്ന തലത്തിലേക്ക് പോകുന്നത് എന്താണ്? അത് പ്രത്യക്ഷണമാണ്, പെർസെപ്ഷനാണ്. സംവേദനം എന്താണ്? സെൻസേഷനാണ്. അതേപോലെ പ്രത്യക്ഷണം എന്താണ്? പെർസെപ്ഷനാണ്. നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു, ആ ഒരു ലെവലിലോട്ട് പോകുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗെസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൽ നമുക്ക് ആ നിയമങ്ങളെ പ്രത്യക്ഷണ നിയമം അല്ലെങ്കിൽ സമഗ്രത നിയമങ്ങൾ എന്ന് പറയും. ഇന്ന് നമുക്ക് 3 നിയമങ്ങൾ കുറച്ച് സിനിമാ കോഡുകളുടെ സഹായത്തോടു കൂടി ഒന്ന് പഠിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ നിയമത്തിലേക്ക് കടക്കാം. ഞാൻ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. പട്ടണത്തിൽ സുന്ദരൻ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്നുള്ള സീനുകളാണ് കാണിക്കുന്നത്. ആദ്യം ഇവർ രണ്ടുപേരുടെ വരുമ്പോഴത്തേക്ക് ഈ അമ്മച്ചി എന്താ വിചാരിക്കുന്നത്? ഇവർ ഭാര്യയും ഭർത്താവുമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ഭർത്താവ് കണ്ടുകൊണ്ട് വരുന്നു. ആ നിന്ന ആളെ തള്ളി മാറ്റിയിട്ട് ഞാനാണ് ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ അമ്മച്ചി എങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കിയത്? സാമീപ്യ നിയമം. അടുത്തടുത്തുള്ളതിനെ ഒന്നായിട്ട് കാണുന്നു. നമ്മളെപ്പോഴും അടുത്തടുത്തുള്ള കാര്യങ്ങളെ ഒന്നായിട്ട് കാണുന്ന ആ ഒരു ചിന്ത നമ്മളിൽ അങ്ങനെ വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമീപ്യ നിയമം എന്ന് പറയുന്നതും. അപ്പോൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ഒരു കൂട്ടത്തിലുള്ളതാണ് എന്നുള്ള ആ ഒരു പെർസെപ്ഷനാണ് സാമീപ്യ നിയമം. അടുത്തത് നോക്കിക്കും. നമ്മളിതാ ഇങ്ങനെ ഇതുപോലെ നമ്മൾ പലപ്പോഴും കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ കൂട്ടുകാരെല്ലാം കൂടെ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പോകാറുണ്ട്. അപ്പോഴെല്ലാം എന്താണ് നമ്മളെ ഒറ്റയായിട്ട് പരിഗണിക്കാറുണ്ട്. ഇവിടെ അത് തന്നെ പുലിവാൽ കല്യാണ സിനിമയിലെ തീപ്പൊരിക്കുട്ടപ്പം എന്താണ് മക്കളുമായിട്ട് ഇറങ്ങുവാണ്. എല്ലാവരെയും എന്താണ് ഒന്നിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവിടെ എന്താണ് സംഭവം? ഒരു സാദൃശ്യം ഉണ്ടല്ലേ. അപ്പോൾ സാദൃശ്യമുള്ളവയെല്ലാം ഒന്നിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷണം ചെയ്തെടുക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവരെ ഓരോ കുട്ടികളെ നമ്മൾ ഇതേവരെ നോക്കിയിട്ടുണ്ടായിരിക്കത്തില്ല. സിനിമ കാണുമ്പോഴത്തേക്ക് ഈ സീൻ നമ്മുടെ മുമ്പേ എത്തുമ്പം നമ്മൾ ഇവരെല്ലാം കൂടെ എന്താണ് തീപ്പൊരിക്കുട്ടപ്പൻ്റെ മക്കൾ എന്ന് മാത്രം പറയുന്നു. അപ്പോൾ അതാണ് എന്ത് ഇവിടെ നമുക്ക് സാദൃശ്യ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ നിയമം നമ്മൾ മനസ്സിലാക്കി. അടുത്തത് കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരെണ്ണമാണ്, സിനിമാ കോഡ് ഇല്ലാതെ തന്നെ നമുക്ക് പഠിക്കാം. രൂപ പശ്ചാത്തല ബന്ധം. നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് എപ്പോഴും ഓരോ വസ്തുവിനും ഒരു ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ഒരു രൂപവുമുണ്ട്, പശ്ചാത്തലവുമുണ്ട്. അപ്പോൾ ഈ ഒരു പടം തന്നെ നോക്കുമ്പോഴത്തേക്ക് 2 രീതിയിൽ നിങ്ങൾക്ക് തോന്നിയേക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം നോക്കുമ്പോഴത്തേക്ക് 2 മുഖങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നത്. രണ്ടാമത്തത് നോക്കുമ്പം എന്തായിരിക്കും? ഒരു ഫ്ലവർ വേസ് പോലെയുള്ള ഒരു സംഗതിയായിരിക്കും കാണുന്നത്. ചിലർ നേരെ തിരിച്ചായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണോ ഈ ഫോർഗ്രൗണ്ട്, എന്തിനെയാണോ നമ്മൾ ഫോർഗ്രൗണ്ടായിട്ട് കാണുന്നത്, എന്തിനെയാണോ നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണുന്നത്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കുക. നമ്മൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ഒരുപാട് പടങ്ങൾ കാണാൻ പറ്റും.
നിങ്ങൾ എന്താണ് ഇതിൽ ആദ്യം കാണുന്നത്. അപ്പം നമ്മൾ എന്താണ് ഫോർഗ്രൗണ്ടിൽ കാണുന്നത്, എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് എന്നതനുസരിച്ച് കൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് എന്നതാണ് രൂപ പശ്ചാത്തല നിയമം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പത്രം വായിക്കുന്നു. പത്രം വായിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു വെള്ള പേപ്പറിനെ അല്ല കാണുന്നത്, അതിനകത്ത് കിടക്കുന്ന കറുത്ത അക്ഷരങ്ങളെയാണ്. വെള്ള പേപ്പർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും കറുത്ത അക്ഷരങ്ങൾ എന്താണ് ഫോർഗ്രൗണ്ട് ആയിട്ടും കണ്ടുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ 3 നിയമങ്ങൾ പഠിച്ചു. ഇതുപോലെ നിങ്ങൾക്ക് കോഡൊക്കെ ഉപയോഗിച്ച് മറ്റ് നിയമങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്